യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സംസാരിച്ചത് സമയം കളയണ്ട. ആന്റിയെ വിളിച്ച് പറയുന്ന വെച്ചാൽ വീണ്ടും ആന്റി ടെൻഷനാവും. വേഗം കൊണ്ട് പോവാൻ നോക്കും. എങ്കി വാ, ഇറങ്ങാം നമുക്ക്. എന്തായി? പറ്റുന്നിടത്തെല്ലാം നോക്കി, എങ്ങും കണ്ടില്ല. ഇനി എവിടെ പോയി നോക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല എനിക്ക്. അമ്പലത്തിലും റെസ്റ്റോറന്റിലും എല്ലാം നോക്കി, എവിടെ പോയെന്ന് ഒരു പിടിയില്ല എനിക്ക്. എല്ലാം നീ കാരണോ? നീ ഒരുത്തം കാരണോ? ആന്റിയെ പോലെ തന്നെ ടെൻഷനില്ല ഞാനും. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട കേട്ടല്ലോ. ഈ അവസ്ഥയിൽ വൈക എങ്ങോട്ട് പോയി അന്വേഷിക്കാതെ എന്റെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. വൈക മോളെ, വൈക മോളെ, എന്താ മോളെ നീ കാണിച്ച്? എവിടെ പോയതാ നീ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ എന്തുമാത്രം പേടിച്ചു എന്നറിയോ? എത്ര വിഷമിച്ചു എന്നറിയോ? ശ്രീ, എന്താ മോനെ ഉണ്ടായത്? അർച്ചന, നീ ഇങ്ങനെ ഇവരുടെ കൂടെ എത്തിയത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ മോളെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറ വൈക. എന്താ വൈക ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? മാഡം, എന്താ ശ്രീ ഇത്? എന്തൊക്കെയാ നടക്കുന്നേ? അമ്മവാ, എന്തായാലും പേടിക്കാനൊന്നുമില്ല. എല്ലാം പറയാൻ ഞാൻ. ദൈവമേ, ഈ വൈഗ മാഡം ഇത് എവിടെ ഇറങ്ങി പോയതായിരിക്കും?
മാഡം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും മോളെ. കൃഷ്ണമാമ, വൈദേഹിയമ്മ വിളിക്കുന്നു. അമ്മ, എന്തായി? പേടിക്കണ്ട സുന്ദരി, വൈക തിരികെ വന്നു. ചാമുണ്ടേശ്വരി, നീ കാത്തു. കൃഷ്ണമാമ, വൈക മാഡം തിരിച്ചു വന്നു. ആ, മാഡം ഇത് എവിടെ പോയിരിക്കുവായിരുന്നമ്മ? അതൊന്നും പറഞ്ഞില്ല. ശ്രീയെ കൂട്ടിക്കൊണ്ടുവന്നേ. കൂടെ നമ്മുടെ ഓഫീസിലെ ആ പഴയ അർച്ചനയുണ്ടായിരുന്നു. ഈ അർച്ചന എങ്ങനെ മാഡത്തിന്റെ കൂടെ വന്നു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കാര്യം ചോദിച്ചിട്ട് ഒന്നും മിണ്ടാതെ വൈക അകത്തേക്ക് കയറിപ്പോയി. നീ ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ പെട്ടെന്ന് കാര്യം വിളിച്ചു പറഞ്ഞത്. ശരി അമ്മ, ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് വരണ്ടല്ലോ. അമ്മ ചെന്ന് വൈക മാഡത്തിനോട് കാര്യം തിരക്ക്. ശരി സുന്ദരി. എന്തായാലും സമാധാനമായല്ലോ. കുഴപ്പമൊന്നുമില്ല, തിരികെ വന്നത് തന്നെ ഭാഗ്യം. ഇനിയിപ്പോ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവല്ലേ? വേറെങ്ങും പോവാനില്ലല്ലോ. വീട്ടിലേക്ക് തന്നെ പോവാം, അത് മതി. ശരി. സാധാരണ നമ്മൾ തിരിച്ചു വരുമ്പോ ആരെങ്കിലും ഒക്കെ ഇവിടെ കാണുന്നതാണല്ലോ. ഇന്നിതെന്ത് പറ്റി? എല്ലാരും അടുക്കളയിലാവും. നീ വാ. എന്താ കൃഷ്ണമാമ? ഏയ് ഒന്നുമില്ല, മോള് അതേക്ക് വെക്കും. നമ്മുടെ ഓഫീസില് ഞാനും മാഡവും എത്ര ഒത്തൊരുമയായിട്ടാ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോണ്ടിരുന്നത്. സുന്ദരി വന്ന ശേഷമല്ലേ നമ്മൾ തമ്മിൽ തെറ്റിച്ചത്. അതോടുകൂടി മാഡം എന്റെ ശത്രുവായി. ഞാൻ പുറത്താവുകയും ചെയ്തു. അതേ തന്ത്രം തന്നെയാ സുന്ദരി വൈദേഹി മാഡത്തിന്റെ അടുത്തും പയറ്റുന്നത്. വൈദേഹി മാഡം സത്യങ്ങൾ പറയുന്നില്ലെന്ന് ഒരു സംശയം തോന്നില്ല മാഡത്തിന്? അത് തോന്നലാവില്ല. എല്ലാത്തിന്റെ പിന്നിലും സുന്ദരി തന്നെ ആവും. വൈദേഹി മാഡത്തിന് അവൾ മാഡത്തിന്റെ ശത്രുവാക്കി മാറ്റും, അത് ഉറപ്പാ. ശത്രുതയില്ലെങ്കിലും അമ്മ എന്നിൽ നിന്നും അകന്നു എന്നുള്ളത് നേര് തന്നെയാ. സുന്ദരിയും അവളുടെ 2 റിലേറ്റീവ്സും കൂടി ഇവിടെ വന്നു പോയിട്ട് സെർവന്റ് മായ എന്നോടത് പറഞ്ഞത്. പക്ഷെ ഈ നിമിഷം വരെയും എന്റെ അമ്മ എന്നോടത് പറഞ്ഞിട്ടില്ല. ഒളിക്കൊന്നും ഇല്ലായിരുന്നെങ്കിൽ അമ്മയ്ക്ക് അതിനോട് പറയായിരുന്നില്ലേ? ഓ, അപ്പൊ അവിടെ വരെ എത്തിയല്ലേ കാര്യങ്ങള്? ഞാൻ ഓഫീസിൽ നിന്ന് പുറത്തായപ്പോ തന്നെ അവളെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചതാ. ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അവസ്ഥയാ മാഡത്തിന്. പതുക്കെ പതുക്കെ കുടുംബക്കാര് പോലും ഈ വീട്ടില് അധികാരം സ്ഥാപിച്ചു തുടങ്ങും. ഞാനീ പറയുന്ന ഒന്നും മാഡത്തിന് ഇപ്പൊ മനസ്സിലാവില്ല. പതുക്കെ പതുക്കെ ഇതൊക്കെ ബോധ്യമായിക്കൊള്ളൂ. തുറന്നു പറയാലോ മാഡം, മാഡവും കാർത്തിക് സാറും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ട ആർക്കായാലും അസൂയ തോന്നും. കാർത്തിക് സാറിനെ പോലെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ ഏതൊരു പെണ്ണും ആഗ്രഹിക്കും. മാന്യതയുള്ളവർ അതിനെ ആഗ്രഹമായി മാത്രം കണ്ട് ഉള്ളിലൊതുക്കും. സുന്ദരിയെ പോലുള്ളവർ അത് സ്വന്തമാക്കാനാ മാഡം ശ്രമിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് പറയുവാ, മാഡം ഈ സുന്ദരിയെ സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കില്
നഷ്ടമാവാൻ പോകുന്നത് മാഡത്തിന്റെ തന്നെ ജീവിതമായിരിക്കും. സുന്ദരി കാണിക്കുന്ന കുതന്ത്രങ്ങളുടെ പേരില് മാഡം ദേഷ്യപ്പെടേണ്ടത് വൈദേഹി മാഡത്തിനോടല്ല. സുന്ദരിയെ കോർണർ ചെയ്യണം, അവളെ ഒതുക്കണം. സുന്ദരി ഒറ്റ ഒരുത്തിയ വൈദേഹി മാഡത്തിന്റെ മനസ്സുകൂടി മാറ്റിയെടുത്തത്. ശരി അർച്ചന, അർച്ചന പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയാ. അമ്മയോട് ഞാൻ ദേഷ്യപ്പെട്ടത് ഒരിക്കലും ശരിയായില്ല. അർച്ചന, നിന്നോട് കുറെ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിനൊരു ആശ്വാസം തോന്നുന്നു. ഇനി എന്ത് ചെയ്യണമെന്നൊരു ധാരണയും ഉണ്ടായി. അർച്ചന ഇനി എന്നെ തനിച്ചാക്കി പോവരുത്. ഇല്ല മാഡം, മാഡത്തിന്റെ ഏത് ആവശ്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. സുന്ദരി, നീ പെട്ടു. നിന്റെ കാലം കഴിഞ്ഞു മോളെ. നീ എന്നോട് കാണിച്ചതിനെല്ലാം പലിശ സഹിതം തിരിച്ചു തരാൻ പോവാ ഞാൻ. എടി ചേച്ചി, അച്ഛൻ്റെ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുവാ. വരുന്നെങ്കിൽ വേഗം വാങ്ങോട്ട്. ആഹാ, അത് കൊള്ളാലോ. നിനക്ക് മാത്രം അങ്ങ് സുന്ദരിയായ മതിയോ? എനിക്കൊരുങ്ങണ്ടേ? ഓ പിന്നെ, കല്യാണത്തിനൊന്നുമല്ലോ പോകുന്നത്, അമ്പലത്തിലേക്കല്ലേ. മതി ഒരുങ്ങിയത്. എടി പെണ്ണെ, ഞാൻ ഈ പൊട്ടും കൂടി ഒന്ന് ഇട്ടോട്ടെ. ഒരു മിനിറ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട്? പൊന്നും കൊടുത്ത് നീ പൊട്ട് തന്നെ ധാരാളം. വാ ആക്കല്ലേ? സത്യട്ടെ, വാ വാ ഇങ്ങോട്ട്. വരുന്നു. വിനീതേ, നീ ഒന്ന് പോയി നോക്കിയേ, ഈ പെമ്പിള്ളാരവിടെ എന്തെടുക്കാന്ന്. എന്റെ അങ്കിളെ, ഞാൻ കുളിക്കാൻ കയറിയപ്പോ ഒരുങ്ങാൻ തുടങ്ങിയതാ മാലിനി. ഞാൻ ഇറങ്ങാൻ നേരത്തെ സാരി കൊടുത്ത് കഴിഞ്ഞിട്ടില്ല. ഈ കണക്കിനാണെങ്കിൽ അത്താഴ പൂജ കഴിഞ്ഞാലും നമ്മൾ അങ്ങ് എത്തുമെന്ന് തോന്നുന്നില്ല. സുന്ദരി എപ്പോഴേ റെഡിയായി കാണും. മാലിനി അവിടെ കണ്ണു എഴുതി പുരുക വരച്ച് നിൽക്കായിരിക്കും. ഓ, എല്ലാ കുറ്റം എന്റെ ഇതിൽ തന്നെ വെച്ചോളണം. ദേ, വിന്നേട്ടന്റെ പെങ്ങളൂട്ടിയാ സമയം കളഞ്ഞത്. ഞാൻ ചെന്ന് വിളിച്ചതിന് ശേഷവും എത്ര സമയം എടുത്തെന്നറിയോ ഒന്ന് ഒരുങ്ങാൻ? ഇവള് വെറുതെ പറയാ ചേട്ടായി. ഞാനാ ഇവളെ പോയി വിളിച്ചോണ്ട് വന്ന. എടി കള്ളി ചേച്ചി, ഞാനല്ലേ അച്ഛനോട് കയറ് പൊട്ടിക്കുന്നു പറഞ്ഞ്? സമ്മതിച്ചു, നീ തന്നെയാ വിളിച്ചത്. അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വാ, നമുക്ക് പോവാം, അല്ലേ കൃഷ്ണമാമ? ഉള്ളത് പറയാലോ, സുന്ദരി മോളുടെ മുഖം കണ്ടിട്ട് ഈ പറഞ്ഞത് കള്ളവല്ലേന്നൊരു സംശയം. സംശയമൊന്നുമില്ല, ചേച്ചി കള്ളം തന്നെയാ പറഞ്ഞേ. ഇനി അതും ഇതും പറഞ്ഞു നിന്ന് സമയം കളഞ്ഞോണം. ഇവരുടെയൊക്കെ കാര്യം കൊണ്ട് തോറ്റു. ചേട്ടായി, പോയി വണ്ടി എടുത്തേ. കേറ്, കേറ്. വണ്ടി കയറി. വണ്ടി എടുക്കട സ്റ്റീഫ. ഇത്രയും സമയമെടുത്ത് ഒരുങ്ങിട്ടും വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ മാലിനി. അല്ലേലും ആണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പറയുന്നത്. കല്യാണം കഴിഞ്ഞ പിന്നെ ഭാര്യയ്ക്ക് സൗന്ദര്യം കാണില്ല. ചേട്ടായി, ഇതിലും വലിയ മറുപടി സ്വപ്നങ്ങളിൽ മാത്രമാ. ഇനിയെങ്കിലും മിണ്ടാതിരിക്കുമല്ലോ. മരുമോനെ, ഇന്നത്തെ കാലത്ത് ഇവളുമാരോടൊന്നും സംസാരിക്കാൻ പോകാതിരിക്കുന്നതാ നല്ലത്. ഷാർപ്പ് ഡയലോഗ് അടിച്ച് വായ പൂട്ടിക്കളയും. അത് അങ്കിളിന് അറിയാൻ വയ്യാഞ്ഞിട്ടാ. ഈ പെണ്ണുങ്ങളുടെ സൈക്കോളജി എന്ന് പറയുന്നതേ അതാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്നൊരു ചോദ്യം അങ്ങ് ചോദിച്ചു കളയും. പിന്നെ നമ്മൾ മിണ്ടില്ലല്ലോ. ചേട്ടായിയുടെ ഈ പോയിന്റും സൂപ്പറാ. പോയിന്റ് ഒക്കെ കൊള്ളാം. ചേട്ടായി നേരെ നോക്കി വണ്ടി ഓടിക്കും.
ഉം. മാഡം എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നോട്ടെ? ഇടയ്ക്ക് വരണം. വരാം മാഡം. ആരുടെ ജീവിതം ശരിക്കും ആരാ തട്ടിപ്പറിച്ചെന്ന് നിനക്കറിയില്ല അർച്ചന. അവരവര് ചെയ്ത പാപത്തിന്റെ ഫലം അവരവർ തന്നെ അനുഭവിച്ചേ മതിയാവും. വേദന തോന്നുന്നുണ്ടോ മല്ലി? എന്താ വിനിതേട്ടാ ഇത്? ചെറിയൊരു പോരല്ലേ ഉള്ളൂ. ദേ ഇനിയും വേദന ഉണ്ടോ എന്ന് ചോദിച്ചാ ഇതോടെ ഞാൻ പിളക്കിക്കളയും, പറഞ്ഞേക്കാം. അതെ ചേട്ടായി, ഭാര്യയ്ക്കൊരു പോറല് പറ്റിയെന്ന് കരുതി ഇത്രയ്ക്ക് സെന്റിമെന്റ്സ് ഒന്നും വേണ്ട കേട്ടോ. അത് തന്നെ ഞാനും പറഞ്ഞത്. സ്നേഹം ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് കണ്ടിട്ടേ എന്നെ കളിയാക്കുവാണോ എന്നൊരു സംശയം. ആ, ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തി പോണെന്ന് പറഞ്ഞോണം. ശരി, അതാ കിടക്കുന്ന നിന്റെ കൈ, അത് നീ എന്നെ വെച്ചോ. പോതുഷ്ടം. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാ. അതേത് കാര്യത്തില്? ഇന്ന് സുന്ദരിയെ കാണാനായിട്ടായിരിക്കണം അമ്പലത്തിൽ ഒരാൾ വന്നിരുന്നു. കേട്ടോ മാലിനി, ആളാരാണെന്നറിയോ? സുന്ദരിയുടെ കൂടെ വൈകിയുടെ ഓഫീസിൽ ജോലി ഉണ്ടായിരുന്ന ഒരു അർച്ചനെ ഓർമ്മയുണ്ടോ? ഒരല്പം ചൊറിച്ചിലിന്റെ അസുഖമുള്ള ഒരാള്. ഈ പറഞ്ഞ അർച്ചനയല്ലേ സുന്ദരി ചേച്ചിയുടെ സ്ഥിരം വഴക്കുണ്ടായിക്കൊണ്ടിരുന്ന ആള്? ഹാ, അത് തന്നെ. അവൾ ഇന്ന് സുന്ദരിയുമായി അമ്പലത്തിൽ വെച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. പെങ്ങളും ഈ പറഞ്ഞ അർച്ചനയും തമ്മില് ആരാരെ വൈകിയുടെ ഓഫീസിൽ നിന്ന് പുറത്താക്കുന്നതില് ഒരു മത്സരമായിരുന്നു. ആ കോമ്പറ്റീഷനില് പെങ്ങള് ജയിച്ചു, അർച്ചന ഔട്ടായി. അതിന് വിനിതയുടെ സന്തോഷിക്കുന്ന എന്തിനാണെന്ന് പറ. ഞാൻ പറഞ്ഞില്ലേ, അർച്ചന എന്ന് പറയുന്നത് നല്ല ഒന്നാം തരം വിഷമാ. അവള് പ്രയോജനപ്പെടും. എന്താന്ന് വെച്ചാൽ തുറന്നങ്ങ് പറ വിനിതേട്ടാ. വൈകിയുടെയും കാർത്തികിന്റെയും വിഷയത്തില് ഇവിടെ എല്ലാവരുടെയും വായ സുന്ദരി പൂട്ടിക്കെട്ടി വെച്ചിരിക്കയല്ലേ. ഒരാളെയും വാ തുറന്ന് ഒരു വാക്കും പറയാൻ സമ്മതിക്കില്ലല്ലോ. പക്ഷേ അർച്ചനയുടെ വാ തുന്നിക്കെട്ടാൻ നിനക്ക് പറ്റില്ല പെങ്ങളെ. ഇനി അർച്ചന നടത്താൻ പോകുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും. അവള് ചെകഞ്ഞ് പോവും. ഒടുവില് അവൾ ആ സത്യം കണ്ടെത്തും. കാർത്തിക് സുന്ദരിയുടെ ഭർത്താവാണെന്ന സത്യം. ആ സത്യം അറിഞ്ഞു കഴിഞ്ഞ അർച്ചന അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ സുന്ദരിക്ക്? അർച്ചന അറിയുന്നതിനേക്കാളും പത്രത്തിലൊരു പരസ്യം കൊടുക്കുന്നതായിരിക്കും നല്ലത്. സുന്ദരി കാർത്തിക്കിന്റെ ഭാര്യയാണെന്ന്. ആരോട് പറഞ്ഞില്ലെങ്കിലും അർച്ചന പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് വൈകിയുടെ മുന്നിലായിരിക്കും. അവിടെ ചെന്ന് ഈ വിഷയം അതിഗംഭീരമായി അർച്ചന അങ്ങ് അവതരിപ്പിക്കും. അവിടെ തുടങ്ങും മോളെ അടുത്ത യുദ്ധം. എന്താ ചേട്ടാ ഇത്? ഇത്രയും വലിയൊരു പ്രശ്നത്തെയാണോ സന്തോഷം തോന്നിയെന്ന് പറഞ്ഞത്? അർച്ചന ഇത് പറഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കും അറിയോ? ഞാൻ പറയാൻ പാടില്ലെന്നല്ലേ സുന്ദരി പറയുന്നത്. മറ്റൊരാള് പറയുന്നതിൽ എനിക്ക് വിലക്കില്ലല്ലോ. എല്ലാ കാര്യങ്ങളിലും എന്റെ പെങ്ങള് വിജയിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ഇക്കാര്യത്തില് സുന്ദരി തോൽക്കണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. ഇവിടെ സുന്ദരി തോറ്റ അർച്ചനയെ തടയാൻ പറ്റില്ല. അർച്ചന ഉറപ്പായും വൈകിയോട് പറയുകയും ചെയ്യും. അത് നടക്കണം പെങ്ങളെ. ചേട്ടായി ഇങ്ങനെ ആഗ്രഹിക്കുന്നതില് എനിക്ക് കുറ്റം പറയാനാവില്ല. കാരണം കാർത്തിക മൂലം എനിക്കുണ്ടായതിനേക്കാൾ വലിയ നഷ്ടം സംഭവിച്ചവരാ നിങ്ങൾ രണ്ടുപേരും. പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടായി, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ലല്ലോ. മുകളിലുള്ള ആളല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആ സർവേശ്വരൻ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് ചേട്ടായി,
കാർത്തിക് വെറും വിഷമാണെങ്കിൽ അർച്ചന കാളകൂട വിഷ. കാർത്തിക് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരോട് ചതിവ് കാണിക്കുന്നത്. പക്ഷെ അർച്ചന അതല്ല, പ്രതികാരദാഹിയ. അവൾക്ക് ആരോടും യാതൊരുവിധ കടപ്പാടോ കൂറോ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിനെല്ലാം അറിയാം. ശരി ഏതാണോ അത് നടക്കും. ചില സമയങ്ങളില് തെറ്റ് സംഭവിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് ചിലതൊക്കെ ദൈവം ചെയ്യിക്കുകയും ചെയ്യും. ചേച്ചി എന്താ ഉദ്ദേശിച്ച്? അർച്ചന വഴി വൈഗ മേഡം സത്യം അറിയാതിരിക്കാൻ ഒരു ദൗത്യം ദൈവം എന്നെ ഏൽപ്പിച്ച ഞാനത് ചെയ്യുമെന്ന്. തൽക്കാലം അത്രയും അറിഞ്ഞാ മതി. താഴെ കാണാത്തപ്പോഴേ ഞാൻ കരുതി എന്തോ സങ്കടത്തിലിരിക്കുകയായിരിക്കുമെന്ന്. മുഖത്തെന്താ ഒരു വല്ലായ്മ? കാർത്തി, നീ ഒന്ന് ഇവിടെ ഇരുന്നേ. കാർത്തി, നിന്നോട് എനിക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് നിനക്കറിയോ? എന്തോ കുഴപ്പം പിടിച്ച കാര്യം പറയാനുള്ള പുറപ്പാടാണല്ലോ. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയുന്നവനല്ലേ ഞാൻ. നിന്റെ സ്നേഹം സത്യമാണ് മോളെ. അതിനപ്പുറം ഒന്നുമില്ലടിയ. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ നിന്റെ സ്നേഹവും സത്യമായിരിക്കുമല്ലോ, അല്ലേ? ഓഫീസെങ്കിൽ ഓഫീസ്, അതല്ല വീടെങ്കിൽ വീട്. ഞാനും കൂടി വരാം, നമുക്ക് ഒരുമിച്ച് പോയി സംസാരിക്കാം. അതൊന്നും വേണ്ടളിയ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ? അതല്ല, ഞാനും കൂടി വന്നാ വേണ്ടാന്ന് പറഞ്ഞില്ലേ? കാര്യം പറഞ്ഞാൽ എന്താ അളിയന് മനസ്സിലാവില്ലേ? V&V ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ പെട്ടിക്കടയാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളിനെ വിളിച്ച് ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുക, അതല്ലെങ്കിൽ നേരെ ചെന്ന് കയറിയിട്ട് നാളെ മുതൽ നിങ്ങൾ വേറെ ആളെ നോക്കിക്കൊള്ളാൻ പറയുക. ഇതെന്താ കുട്ടികളെയാണോ?
എന്തൊരു മഴയാ ഇത്! എത്ര നേരമായി തുടങ്ങിയിട്ട്? കൃഷ്ണമാമ ഇനിയും കാണുന്നില്ലല്ലോ ദേവിയമ്മ. അവിടെ എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം? എടുത്തു ചാടി ഒന്നും ചെയ്യാതിരുന്നാ മതിയായിരുന്നു. കൃഷ്ണമാമ വന്നെന്ന് തോന്നുന്നു. അയ്യോ കൃഷ്ണമാമ, ഏട്ടാ, എന്തിനാ ഇങ്ങനെ മഴ നനയുന്നേ? കേറി വാ ഏട്ടാ, കേറി വാ കൃഷ്ണമാമ, കേറി വാ. കൃഷ്ണമാമ, എന്താ ഇത്? എന്താ ഏട്ടാ ഇത്? ഇത്ര മഴ പെയ്യുമ്പോ എവിടെയെങ്കിലും കയറി നിന്നൂടായിരുന്നോ ഏട്ടന്? തലയില് വെള്ളം താഴ്ന്നു. ഞാൻ പോയി ടവൽ എടുത്തോണ്ട് വരട്ടെ. തല തോർത്തിയ മാത്രം പോരല്ലോ, ഡ്രസ്സ് മാറണ്ടേ? ആകെ നനഞ്ഞിരിക്കുന്നു. ചെല്ല് കൃഷ്ണമാമ, പോയി ഡ്രസ്സ് മാറ്. എന്ത് ചെല്ല്. വാ കൃഷ്ണ. ചെല്ല്. വന്നിട്ട് ഡ്രസ്സ് മാറി തല തുടയ്ക്കാതെ വെറുതെ നിൽക്കുകയാണോ? ഏട്ടാ, ഏട്ടാ, എന്താ പറ്റിയേ? എന്താ പറ്റിയെന്ന് ഏട്ടാ? എന്താ ഉണ്ടായത്? എന്തിനാ ഏട്ടൻ ഇങ്ങനെ കരയുന്നത്? എന്തിനാ ശ്രീദേവി, ചാമുണ്ടേശ്വരി എന്നോട് ഈ ചതി ചെയ്തത്? ഇതിലും നല്ലത് എന്റെ ജീവൻ എടുക്കുന്നതല്ലായിരുന്നു.